ഹലോ, അസ്സാം വലൈക്കും. അങ്ങനെ നമ്മളിതാ രാവിലെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് പുറപ്പെട്ടു കേട്ടോ. എങ്ങടെ ചോദിക്ക്, നാട്ടിലേക്ക് പോവാണ് കേട്ടോ. പിന്നെ തലേദിവസം തന്നെ എന്താക്കി കുറച്ചൊക്കെ പർച്ചേസ് ചെയ്തു. കാര്യമായിട്ടൊന്നും എടുത്തില്ല, മനുവിന് മാത്രമേ പർച്ചേസിങ് നടന്നുള്ളൂ. കാരണം വെച്ചാൽ ശരിക്കും സത്യം പറയാലോ, ഒരു പൗഡർ പോലും എടുത്തിട്ടില്ല കേട്ടോ. പൗഡറോ സ്പ്രേയോ ഒന്നും എടുത്തിട്ടില്ല, സോപ്പോ അങ്ങനെയൊന്നും എടുത്തില്ല. മനു കൂട്ടുകാർക്കുള്ള മുട്ടായി, പിന്നെ അതുപോലെ ഈത്തപ്പഴം, ബദാം, പിസ്ത, അങ്ങനെ മനുവിന് കുറച്ച് സാധനങ്ങൾ എടുത്തു എന്നല്ലാണ്ട്. അങ്ങനെ നമ്മളിത് എയർപോർട്ടിലെത്തി. എയർപോർട്ടിൽ നിന്ന് ഇതാ എൻ്റെ ഷൂവിൻ്റെ ലേസ് ഇങ്ങനെ അഴിയുക, മനുവാണ് കെട്ടിത്തരുന്നത്. പിന്നെ ദുബായ് എയർപോർട്ടാണിത് കേട്ടോ. എന്ത് ഭംഗിയാണ് കാണാനിടോ. പിന്നെ അതുപോലെ എന്താ പറയുക, നമ്മളെ ഫ്ലൈറ്റുകൾ വല്ല KSRTC ബസ് പോലെ നിറഞ്ഞ് നിൽക്കുന്നുണ്ട് കേട്ടോ ഫ്ലൈറ്റുകൾ. അപ്പോൾ എന്താ പറയുക, നമ്മളുടെ ഫ്ലൈറ്റിലേക്ക് പോകാൻ എന്താ എയർപോർട്ടിലൊരു ബസ് ഉണ്ടാവുമല്ലോ, എയർപോർട്ടിനകത്ത്. ഉണ്ടോ ഒരു ഫ്ലൈറ്റ് പോകണു. ആ ബസ്സിലാണ് നമ്മളുടെ ഫ്ലൈറ്റിലേക്ക് പോണത് കേട്ടോ. ഇതാണ് ആ ബസ്. അപ്പോൾ ഇതിലധികം തിരക്കൊന്നുമില്ല വിചാരിച്ചിട്ട് നമ്മളിങ്ങനെ ഇരിക്കണം. പക്ഷേ പെട്ടെന്ന് കണ്ടിരിക്കണു ആളുകളൊക്കെ നിറയണത്. ഞാനിപ്പോൾ എന്താ പറഞ്ഞു വന്നത്, മനു മാത്രമാണ് ശരിക്കും പറഞ്ഞാൽ പർച്ചേസിങ് കഴിഞ്ഞിരിക്കണത്. റിനിമോളും കുറച്ച് പർച്ചേസ് ചെയ്തു. പിന്നെ റിനിമോൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഞാൻ കാര്യമായിട്ടൊന്നും വാങ്ങിയില്ല. ഒരു എന്താ പറയുക, നൈറ്റി എടുത്തു, പിന്നെ എന്താ എടുത്തത്, ചെരുപ്പെടുത്തു. റിനിമോൾക്ക് ചെരുപ്പെടുത്തു, എനിക്ക് ചെരുപ്പെടുത്തു, പിന്നെ ഉഷിന് ഷർട്ട് എടുത്തു. അങ്ങനെ കുറച്ചൊക്കെ എടുത്തു എന്നല്ലാണ്ട് മിഠായി, സോപ്പ്, സ്പ്രേ, പൗഡർ അതൊന്നും നമ്മൾ വാങ്ങിയില്ല കേട്ടോ. അങ്ങനെ അതാ തമാശയൊക്കെ പറഞ്ഞ് ആ ബസ്സിൽ നിന്നിറങ്ങി നമ്മളുടെ ഫ്ലൈറ്റിലേക്ക് നടക്കണം കേട്ടോ. റിനിമോള് വീഡിയോയും ഫോട്ടോയും ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ദുബായിനോട് നമ്മൾ വിട പറയുകയാണ്. അങ്ങനെ നമ്മളെ ഫ്ലൈറ്റ് ഇതാ അവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. എന്താ പറയുക, 18ാം പടി കയറണം. ഫ്ലൈറ്റിൻ്റെ ചിറക് കണ്ടല്ലോ. ഇത്രയും സ്റ്റെപ്പൊക്കെ കയറണം. എന്തായാലും ശരി, എയർ ഇന്ത്യയാണ് നമ്മൾ പോണത്. എയർ ഇന്ത്യ എയർ എക്സ്പ്രസ് ആണ്, എക്സ്പ്രസ് ഓക്കെ. അങ്ങനെതാ എന്താ എയർ ഹോസ്റ്റസ് നമസ്കാരം പറഞ്ഞിട്ട് എല്ലാവരും ഇങ്ങനെ സ്വീകരിച്ചിരുത്തുന്നുണ്ട്. ലഗേജൊക്കെ കുറേ നമ്മൾ കയറ്റി വിട്ടു. ബാക്കിയുള്ളത് ഇതാ ഇങ്ങനെ ഇതിന് മേലെ വെച്ചു. വിൻഡോ കിട്ടാത്തതുകൊണ്ട് റിനിമോൾക്ക് ഭയങ്കര വിഷമമുണ്ട് കേട്ടോ. റിനിമോൾ അപ്പുറത്തൊരു കുട്ടിയാണ്. പിന്നെ റിനിമോൾ, പിന്നെ അശ്മനു. ഇവിടെ മനു വിൻഡോൻ്റെ അടുത്ത്, പിന്നെ ഉഷ, പിന്നെ ഞാൻ അങ്ങനെ ഇരിക്കണത്. അങ്ങനെ ഫ്ലൈറ്റ് പൊങ്ങി താഴെയുള്ള കാഴ്ചകൾ കണ്ടില്ലേ. എപ്പോഴും ഒരു അത്ഭുതം, ഒരു മനോഹരമാണ് താഴെയുള്ള കാഴ്ചകൾ കാണാനല്ലേ. കാരണം നമ്മൾ അത്രയും ഉയരത്ത് നിന്നിട്ട് നോക്കുമ്പോഴല്ലേ ഇപ്പോൾ ഇതൊക്കെ കാണുന്നത്. കണ്ടല്ലോ, ഫ്ലൈറ്റ് പൊങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ എന്താ പറയുക, ഈ ഫ്ലൈറ്റിൽ എന്താ പറയുക, നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് വന്നതുകൊണ്ട് ഫ്ലൈറ്റിൽ ഫുഡൊന്നുമില്ല കേട്ടോ. പിന്നെ ബുക്ക് ചെയ്തവർക്ക് മാത്രമേ ഫുഡുള്ളൂ എന്ന് പറഞ്ഞു. നമ്മൾ ഫുഡ് ഉണ്ടെന്ന് വിചാരിച്ചു. പക്ഷേ അത്യാവശ്യം കുറച്ച് ലേസും എന്താ പറയുക ജ്യൂസും അങ്ങനെയൊക്കെ നമ്മൾ കയ്യിൽ പിടിച്ചിരുന്നു. അത് കാരണം വല്ലാതെ ഒന്നും വിശക്ക് കാര്യങ്ങളൊന്നും ചെയ്തില്ല കേട്ടോ. ഫ്ലൈറ്റിൽ നിന്നുള്ള കാഴ്ചകളാണിത്. എന്ത് ഭംഗിയല്ലേ, ഓഷ്യൻസ് പോലെ ഇരിക്കുന്നില്ലേ. നോക്കൂ മേഘങ്ങൾ. പിന്നെ ആകാശമാണ് കേട്ടോ. ആകാശമല്ല, ആകാശത്തിന് താഴെയുണ്ട് ആകാശം മേഘം എന്ന് അറിയണത്. പിന്നെ എന്താ ഓരോരുത്തരും കടന്നുറങ്ങാൻ തുടങ്ങി കേട്ടോ. ശരിക്കും പറഞ്ഞാൽ എല്ലാവരും ഉറങ്ങാൻ തുടങ്ങി. രാത്രി നമ്മൾ ഇതിവിടെ ലാൻഡ് ചെയ്യണം. നമ്മൾ രാത്രി ലാൻഡ് ചെയ്യുക എവിടെ നിന്നറിയോ, കോഴിക്കോട്. അപ്പോൾ അവിടെ നിന്ന് ഇനി ടാക്സി വിളിച്ചിട്ട് വേണം കേട്ടോ നാട്ടിലേക്ക് പോകാൻ. പിന്നെ ഡിഷൊക്കെ നല്ല ഉറക്കാണ് കേട്ടോ. മന വീഡിയോ എടുക്കുന്നുണ്ട്. പക്ഷെ മോനെ ഞാൻ പറഞ്ഞില്ല, നമ്മുടെ ജ്യൂസും കാര്യങ്ങളൊക്കെ നമ്മൾ കരുതിയിരുന്നു. അപ്പോൾ അത് കാരണം വല്ലാതെ വിശപ്പൊന്നും ഉണ്ടായിരുന്നില്ല. സാൻഡ്വിച്ച് അങ്ങനെ എല്ലാതും കയ്യിലൊക്കെ പിടിച്ചിരുന്നു കേട്ടോ. നോക്കൂ, മേഘങ്ങൾ കാണാൻ എന്ത് ഭംഗി അല്ലേ. ഞാനിതിനെന്താ പറയുകയെന്ന് പറയും, മലക്കുകളെ പോലെ മേഘങ്ങൾ കിടക്കുന്നു നോക്കാം. എനിക്ക് എപ്പോഴും അത്ഭുതമാണ് കേട്ടോ. മേഘത്തിനും മേലെ കൂടെ അല്ലേ നമ്മളിങ്ങനെ പറക്കണത്. മേഘത്തിനും മേലെ കൂടെ അല്ലേ ഇത്. എന്തൊരു അത്ഭുതമല്ലേ. എന്തായാലും ശരി, വിമാനം ഇറങ്ങി. ഇതാ നമ്മൾ ഫ്ലൈറ്റ് ഇറങ്ങിയിട്ട് ഇനി എന്താണ്, പുറത്ത് കിടക്കണം. നമ്മളെ ബാഗേജും ലഗേജൊക്കെ കിട്ടി. അങ്ങനെ നമ്മൾ പുറത്തിറങ്ങി ടാക്സി വിളിച്ചിരുന്നു കേട്ടോ. അങ്ങനെ ടാക്സി വിളിച്ചിട്ട് നമ്മൾ നേരെ പോണത് എങ്ങനെയെന്ന് വെച്ചാൽ ഫുഡ് കഴിക്കാനാണ്. ഇതുണ്ടോ, നമ്മളെ കോഴിക്കോടാണ് കേട്ടോ. കടലമ്മ മുത്തണം, ആ പാട്ടാണ് എനിക്ക് ഓർമ്മ ഉണ്ടോ. അങ്ങനെ നമ്മളിതാ ഒരു അടിപൊളി ഹോട്ടലിൽ കയറിയിട്ടുണ്ട്. റിനിമോൾക്ക് ഭയങ്കര തലവേദന. അതിനിപ്പോൾ നാട്ടിലേക്ക് എത്തിയത് കൊണ്ടാണോ എന്ന് അതും അറിയില്ല കേട്ടോ.
നമ്മൾ എന്തപ്പോൾ ഒരു പുതിയൊരു ഐറ്റം മന്തി ഉണ്ട് ഇവിടെ എന്ന് പറഞ്ഞു. അപ്പോൾ ആ മന്തി തന്നെ നമ്മൾ ഓർഡർ കൊടുത്തത്. എന്താ പറയുക, നാട്ടിലത്തെ ശുദ്ധവായു ശ്വസിച്ചിട്ട് എന്ന് പറയണു. അപ്പം ഇത്ര നേരം ദുബായിൽ എന്ത് വായു വരുന്നു എന്ന് പറഞ്ഞു നമ്മളിങ്ങനെ കളിയാക്കി കേട്ടോ. റിനിമോളാകെ ഡൗൺ ആയിപ്പോയി. മോൾക്ക് എന്തോ ഒരു വിഷമം പോലെ. ചില ഗൾഫിൽ നിന്ന് വന്നുകൊണ്ടാണോ ഐ ഡോണ്ട് നോ. എന്തായാലും അടിപൊളി മന്തി ആയിരുന്നു, ഒന്നും പറയാനില്ല. ഞാൻ പറഞ്ഞില്ല, അടിപൊളിയായിട്ട് മന്തിയൊക്കെ കഴിച്ചപ്പോൾ അങ്ങനെ നമ്മൾ പോയി വീടെത്തിയപ്പോൾ ഞെട്ടിക്കണ കാഴ്ച കണ്ടിട്ടോ. വീട്ടിൽ കള്ളം കയറിയിരിക്കണു. വീട് നമ്മൾ തുറക്കുമ്പോൾ കാണുന്ന കാഴ്ചയാണിത്. വീടൊക്കെ തുറന്ന് കിടക്കണു, ഡോറൊക്കെ മുൻവശത്തെ ഡോറൊക്കെ തുറന്ന് കിടക്കണു, അലമാരയൊക്കെ വലിച്ചിട്ടിരിക്കണു, കള്ളം കയറിയിട്ടോ. പക്ഷേ ഒന്നും നഷ്ടപ്പെട്ടില്ല, കാരണം നമ്മളിവിടെ ഒന്നും വെച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ടാറ്റ ബൈ ബൈ സി യു. പോലീസിനെ വിളിക്കട്ടെ. ഓക്കെ, ബൈ ബൈ സി യു.